Hi everyone, welcome back to my channel. ഞാൻ നിങ്ങളുടെ MJ. ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വണ്ടിയുടെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടിയാണ് ബജാജ് ഡൊമിനർ 400. എന്നാൽ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വണ്ടിയിൽ കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ, അതായത് പെയിൻറ്റ് ക്വാളിറ്റി, പെയിൻറ്റ് എവിടെ ചെയ്തു, അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയല്ലോ. I'm getting higher just to feel ya, cause I need to. No one knows it, heart is frozen from your poison. Taking the potion just to feel ya, cause I miss you. Oh my God, can't stop you like heroin. My love you got, there's no settlement. I can't pretend that we're nothing. Oh, I think I'm overdosing. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡൊമിനർ 400. ഡൊമിനർ 400 നമുക്ക് ഒരുപാട് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന വണ്ടിയാണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ കുറച്ച് ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ക്രിസ്റ്റൽ പെയിൻറ്റിങ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ക്യാൻഡി റെഡ് ക്രിസ്റ്റൽ പെയിൻറ്റിംഗ് ആണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ചറിയാം. ഇത് എവിടെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയെന്നുള്ളത് നമുക്കിതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ചിട്ടറിയാം. അതെ, പുള്ളി വരുന്നുണ്ട്. ഹായ് ബ്രോ. അപ്പോൾ നമുക്ക് എൻ്റെ യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് താങ്കളുടെ വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനാണ് നിങ്ങളോട് താങ്ക് യു പറയേണ്ടത്. കാരണം നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളെ വിളിച്ചിട്ട് ഇത്ര ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ എന്ത് വേണേൽ പറഞ്ഞു തരാം, ചോദിച്ചു. അതിൻ്റെ ഒരുപാട് പേർക്കുള്ള സംശയമായിരിക്കും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ പലരും, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം വണ്ടി വെച്ചപ്പോൾ പലരും ശ്രദ്ധിച്ചത് സ്റ്റിക്കറിങ് ആണോ അതോ പെയിൻറ്റിങ് ആണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അതായത് ഒരുപാട് പേര് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യാനും അത് നോക്കുന്നുണ്ട്. സ്റ്റിക്കർ ആണോ എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഡൗട്ട് വരുന്നത്. കാരണം പെയിൻറ്റിൽ അങ്ങനെ ഒരു ജോബ് ആരും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. പക്ഷേ ഡൊമിനറിൽ ആക്ച്വലി രണ്ടാമത്തതാണ്, ഫസ്റ്റ് ആണെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ രണ്ടാമത്തതാണ്. ഒന്ന് ട്രിവാൻഡ്രം സംതിങ് ആണ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി പെയിൻറ്റ് തന്നെയാണ്, ഒരു 3D എഫക്റ്റ് കിട്ടുന്ന ഒരു പെയിൻറ്റ് തന്നെയാണ്. ഓക്കെ, ഇത് എവിടെയാണ് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങൾ? നമ്മൾ ചെയ്തത് കോഴിക്കോടാണ്. vibgyor കസ്റ്റംസ് എന്നാണ് അവരുടെ പേര്. ഞാൻ അതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന് എത്രയായി ഓൾമോസ്റ്റ് ഒരു കോസ്റ്റ്? കാരണം പല വണ്ടിക്കും പല റേറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. എനിക്ക് 12,000 ആയിട്ടുണ്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ. പിന്നെ കാർബൺ ടിപ്പും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. പിന്നെ ഇത് വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോഴൊക്കെ ആളുകളുടെ ഒരു അപ്രോച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ലൊരു അപ്രോച്ചാണ്. സാധാരണ ഞാൻ ഇതിന് മുമ്പ് നോർമൽ റെഡ് ആയിരുന്നു. ഞാനത് വെച്ച് കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. കാരണം ബജാജാണ്, ഡൊമിനർ ആണ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു 400cc ബൈക്കാണ്. സോ ഇത് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. എനിക്ക് ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ ഓക്കെ. കാരണം നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു റെസ്പോൺസ് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം. അതെ അതെ അതെ. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ഈ വണ്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഉപയോഗിച്ചിട്ട് ഞാൻ നോർമലി ഡ്യൂക്കിൽ നിന്ന് CBR-ലേക്ക് വന്നു. CBR പെർഫെക്റ്റ് വണ്ടിയാണ്, അതിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. പക്ഷേ എനിക്ക് കുറച്ച് സൈസ് ചെറുതുപോലെ തോന്നി. ടൂറിങ്ങിനൊക്കെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഹിമാലയൻ ഡൊമിനറുമാണ് വന്നത്. അതിലെനിക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയത് ഡൊമിനറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ള റീസൺ. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എല്ലാം എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. ഞാൻ അറൗണ്ട് ഒരു 260, 270 ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ടുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ 270 കിലോമീറ്റർ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കറിയില്ല, മറ്റുള്ള അഭിപ്രായമൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഡൊമിനറിലേക്ക് വരാൻ കാര്യം. ഇതിപ്പോൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിച്ചു? ഇതിപ്പോൾ 19,000 ആയിട്ടുള്ളൂ. 19,000 ഓടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ? ഓൾമോസ്റ്റ് കുറവാണ്. ബജാജ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. നമ്മൾ ഷോറൂമിൽ കയറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. നല്ല സർവീസ് സെൻ്ററുകൾ, ഓതറൈസ്ഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും നല്ല ബെറ്റർ സർവീസ് സെൻ്ററിൽ, LRL അല്ലെങ്കിൽ UGT അങ്ങനെയുള്ള ഏതെങ്കിലും നല്ലൊരു സർവീസ് സെൻറ്റർ കയറ്റി കഴിഞ്ഞാൽ ബെറ്ററാണ്. സ്പെയർ ഒക്കെ വളരെ ചീപ്പാണ് ആക്ച്വലി. നമുക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇനി ബ്രേക്ക് പാഡൊക്കെ ഒരു 5,000 ആകുമ്പോൾ ചേഞ്ച് ചെയ്താൽ അറൗണ്ട് 250 to 260 rupees ഒക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ മോഡൽ ഉണ്ടല്ലോ, UG സസ്പെൻഷനൊക്കെ ആയിട്ട് കുറച്ച് പവർഫുൾ ആയിട്ട് പുതിയത് ഇറക്കിയിട്ടുണ്ട്. ഇത് തമ്മിൽ എന്താ ഒരു ഡിഫറൻസ് മീൻസ് ഞാൻ ആദ്യം നോക്കിയ UG ആണ്. കുറച്ച് BHP അപ്ഗ്രേഡഡ് ആണ്. പിന്നെ ഷോക്കും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. കുറേ കൂടി ബെറ്റർ പെർഫോമൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷേ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഞാൻ കേൾക്കുന്നുണ്ട്. സം കൈൻഡ് ഓഫ് നോയിസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് എഞ്ചിൻ സൈഡിൽ നിന്നൊക്കെ. സോ അങ്ങനെ ആലോചിച്ചപ്പോൾ 2018 ആണ് പെർഫെക്റ്റ് മോഡൽ എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി നോക്കി 2018 തന്നെ എടുക്കാനുള്ള റീസൺ അതാണ്.
പിന്നെ വേറെ എന്തൊക്കെ മേജറായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഈ വണ്ടി വരുത്തിയിരിക്കുന്നത്? ഞാൻ പുറമേ ഇത് ഈ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് മിറർ ഡ്യൂക്കിൻ്റെ ഫോർ മോർ വിസിബിലിറ്റി, അങ്ങനെ ഒരു വിൻ വൈസർ വെച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു എബോവ് 100 പോകുമ്പോഴത്തേക്കും ഒരു ഇഷ്യൂസൊക്കെ വരാറുണ്ട്, ഒരു കാറ്റ് പിടിക്കുന്ന ഒരു രീതിയൊക്കെ വരാറുണ്ട്. വേറെ കാര്യമായിട്ട് ഞാൻ പുറമേ ഒന്നും ചെയ്തിട്ടില്ല. ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NGKയുടെ സ്പാർക്ക് പ്ലഗ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ക്യാൻഡൻ്റെ പവർ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് ഫോർ ബെറ്റർ പെർഫോമൻസ് ആൻഡ് മൈലേജ് എല്ലാം നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഇതാണ് മെയിൻലി ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ടയർ രണ്ടും അപ്സൈസ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഒരു കോർണറിങ് സ്റ്റെബിലിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടാൻ. എത്രയാണ് ബാക്ക് ടയർ അപ്സൈസ് ചെയ്തത്? ബാക്ക് 180 ആണ്, ഫ്രണ്ട് 120 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് ചെയിൻ ഞാൻ അപ്സൈസ് ചെയ്തേക്കുന്നത് റോൾ ഓണിൻ്റെ എക്സ്റിങ് ആണ്. അത് ബജാജിൽ യൂസ് ചെയ്തേക്കുന്നവർക്കൊക്കെ അറിയാം, കുറച്ചും കൂടി ബെറ്റർ ചെയിൻ സ്പോക്കറ്റ് റോൾ ഓണിൻ്റെ ആണ്. ഞാനത് റെക്കമെൻഡ് ചെയ്ത് നിങ്ങളത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ലൂസ് ആവാനുള്ള ടെൻഡൻസി, പിന്നെ കാണാനും നല്ലൊരു ഭംഗിയാണ്, ഗോൾഡൻ ആണ്. ഇത്രയൊക്കെയാണ് എന്താണ് ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. പിന്നെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടാങ്കിൻ്റെ പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ കാർബൺ ഇവിടെയാണ് ചെയ്തേക്കുന്നത്, ഒരു റേഡിയേറ്റർ പീസാണ്. ഈ 2 പാർട്ടാണ് ഞാൻ കാർബൺ ഫൈബർ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ ഡിസ്കവറിൻ്റെ ഗ്രാബ് റെയിലാണ്, ഓൾമോസ്റ്റ് എല്ലാവരും വെക്കാറുള്ള നല്ലൊരു സാധനമാണിത്. സോ നമുക്ക് ലഗേജ് ഒക്കെ അത്യാവശ്യം ഒന്ന് ക്ലിപ്പ് ചെയ്യാനോ, ബാക്കിൽ ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിലും പെട്ടെന്ന് ഒരു ഫോഴ്സിൽ ബാക്കിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്തേക്കണം. മെയിൻ നമ്മുടെ ജോബ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് വർക്ക് തന്നെയാണ്. അതിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. ചെയ്ത വിബ്ജിയോറിന് ശരിക്കും അതിൽ ഭയങ്കര ഞാൻ തൃപ്തനാണ്. ശരിക്കും ഒരു താങ്ക് യു അവരോട്. അവർക്കാണ് ശരിക്കും ഇതിൻ്റെ ക്രെഡിറ്റ് വരുന്നത്, എനിക്കല്ല. ഞാനിതിൻ്റെ ക്യാഷ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. വർക്ക് ചെയ്തതും ഇത്രയും പെർഫെക്റ്റ് ആക്കി തന്നതിനും ഐ എം സോ താങ്ക്ഫുൾ വിബ്ജിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ആക്കുകയാണ്, കാരണം മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. പിന്നെ പുള്ളിയുടെ ഇൻസ്റ്റാ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പുള്ളിയുടെ ഇൻസ്റ്റാ നെയിം വരുന്നത് ഡൗൺ ഷിഫ്റ്റർ എന്നാണ്, അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്.